ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ നമ്മളുള്ളത് ആനമൂലിയുള്ളത് അട്ടപ്പാടി പേരെ ചർച്ച ചെയ്യാൻ ഒന്നാണ് നമ്മുടെ കൊല്ലങ്കോടുള്ള അതുല്യ കലാകാരനായ ബിനുചേട്ടൻ വരച്ച ചുവർച്ചിത്രങ്ങൾ. അപ്പോൾ നമ്മൾ ആ കാഴ്ചകളൊന്ന് കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ അട്ടപ്പാടിയിലേക്കുള്ള യാത്ര നമ്മൾ തുടരുകയാണ്. ആനമൂലി വഴിയാണ് പോകുന്നതെങ്കിൽ ഇവിടെ കയറാതെ നമുക്ക് പോകാൻ പറ്റില്ല. കാരണം ഇവിടുന്ന് മുട്ടയും കുരുമുളക് പൊടിയും ആ ചുക്ക് കാപ്പി അല്ലെങ്കിൽ കട്ടൻ കാപ്പി കുടിക്കുമ്പോഴുള്ള ഫീൽ അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ 2 മുട്ടയും കട്ടൻ കാപ്പിയും കഴിച്ച് നമ്മൾ യാത്ര തുടർന്നു. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാണ് നമ്മൾ അട്ടപ്പാടി ചുരം തുടങ്ങുന്നത് തന്നെ. ചെക്ക് പോസ്റ്റിൽ നമുക്ക് വ്യക്തമായിട്ട് നമ്മളെ സ്വാഗതം ചെയ്യുന്ന ബോർഡുകളെല്ലാം കാണാം. അതോടൊപ്പം തന്നെ നമ്മൾ പ്രകൃതിയെയും വന്യമൃഗങ്ങളെയും സംരക്ഷിക്കുക, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയരുത് എന്നുള്ള ബോർഡുകളെല്ലാം നമുക്കവിടെ കാണാം. പക്ഷേ എന്തോ നമ്മൾ ചുരം കയറാൻ തുടങ്ങിയാൽ അവിടെ നിന്ന് തന്നെ കാണാം നമുക്ക് ചുരത്തിൻ്റെ 2 സൈഡിലുമായിട്ട് നമ്മൾ വാങ്ങിച്ച വെള്ള ബോട്ടിലുകളും കൂൾ ഡ്രിങ്ക്സിൻ്റെ ബോട്ടിലുകളും എല്ലാം വലിച്ചെറിഞ്ഞ ഒരു കാഴ്ച നമുക്ക് ഏറെ സങ്കടം നിറഞ്ഞതാണ്. എത്ര കണ്ടാലും എത്ര കൊണ്ടാലും ഞങ്ങൾ മാറില്ല എന്നുള്ള രീതിക്കാണ് ചില ആൾക്കാരുടെ പെരുമാറ്റം. കാരണം നമ്മൾ ചുരം കയറുമ്പോൾ നമുക്ക് കാണാവുന്ന കാഴ്ചയാണ് റോഡിൻ്റെ 2 വശങ്ങളിലും അവിടെ ഇവിടെങ്ങളായിട്ട് ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിഞ്ഞ കാഴ്ച കാണാം. നമ്മൾ എത്ര പറഞ്ഞാലും അത് മനസ്സിലാകാത്ത ആൾക്കാരോട് നമ്മൾ ഏത് രീതിയിലാണ് പറയുക, എന്തൊക്കെ നമ്മൾ അതിനെ ചെയ്താലും അതിലൊരു മാറ്റം വരാത്ത ഒരുപാട് സങ്കടം തോന്നുന്ന കാഴ്ചയാണ്. യാത്രകൾ ആസ്വദിക്കാം, നമുക്ക് ആനന്ദിക്കാം, പക്ഷേ അത് മറ്റുള്ളവർക്കും മറ്റ് ജീവജാലങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടാവരുത് എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ചിത്രങ്ങൾ പകർത്താൻ നിന്നാൽ നമ്മൾ വൈകുന്നേരമാവും അട്ടപ്പാടി മേലെ എത്താൻ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആനവണ്ടിയുടെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. അപ്പോഴാ നമ്മളുടെ വാനരക്കൂട്ടം സൈഡിൽ നിൽക്കുന്നത് കണ്ടു. പലപ്പോഴും പല ഭാഗങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് വന്യമൃഗങ്ങൾക്ക് നമ്മൾ ഫീഡ് ചെയ്യരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ചില ആൾക്കാർ കൊടുക്കാറുണ്ട്. എന്നുള്ളത് നമ്മൾ വണ്ടി സൈഡാക്കി തന്നെ അവർ നമ്മുടെ അടുത്തേക്ക് എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ വരുന്നത് കണ്ടു. പക്ഷേ അവരുടെ നോട്ടം മൊബൈലായതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് വണ്ടിയെടുത്ത് വേഗം പോയി. അങ്ങനെ നമ്മൾ പ്രദേശ സ്ഥലമായ പത്താംവളവെത്തി. അട്ടപ്പാടി യാത്രയിൽ ഒരുവിധം ആൾക്കാരെല്ലാം കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ വേണ്ടി, കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടി നിൽക്കുന്ന ഒരു പോയിൻ്റാണ് പത്താംവളവ്. ഇനി ആ കാഴ്ചകൾക്ക് മാറ്റു കൂടും എന്ന് തന്നെ വേണമെന്ന് പറയാം. കാരണം നമ്മുടെ കൊല്ലങ്കോട്ടുകാരനായ ബിനുചേട്ടൻ്റെ ആ ഒരു ചിത്ര മികവുകൾ കൊണ്ട് നമ്മളെല്ലാവരെയും അവിടെ കുറച്ച് നേരം ഒന്ന് പിടിച്ചു നിർത്തും. കാരണം അത്രയ്ക്ക് മനോഹരമായ ചിത്രങ്ങളാണ്. എന്തായാലും നമുക്ക് ആ കാഴ്ചകളൊന്ന് കാണാം. യമത്തട്ടപ്പാടി എന്ന് പേരിട്ടിരിക്കുന്ന ഈ പ്രൊജക്റ്റിൻ്റെ അതുല്യ കലാകാരൻ ബിനുചേട്ടൻ തൻ്റെ മനസ്സിലുള്ള ചിത്രങ്ങളൊക്കെ നിറം പകർന്നുകൊണ്ടേയിരിക്കുകയാണ്. ചുവർ ചിത്രങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ കലയെക്കുറിച്ചോ എന്തെങ്കിലും നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തന്ന് നമ്മളത് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി തന്നിട്ടേ ബിനുചേട്ടൻ പറഞ്ഞു വയ്ക്കാറുള്ളൂ. ഇനിയുള്ള അട്ടപ്പാടി യാത്രകളിൽ ഇപ്പോൾ ഏതാണ്ട് ഉച്ചയോടെ അടുക്കാറായി. നമ്മൾ നന്ന രാവിലെയോ വൈകുന്നേരങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത്, കോടമഞ്ഞൊക്കെ ഇറങ്ങിയ സമയത്ത് നമ്മൾ കുറച്ചുകൂടി ഈ ഒരു കാഴ്ചയ്ക്ക് ഭംഗി കൂടും എന്ന് തന്നെ പറയാം.
അപ്പോൾ ഇതിനുള്ള അവസരം ഒരുക്കി തന്ന കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും ബിനുചേട്ടനും നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്നിരുന്നാലും നമ്മൾ വാക്കുകൊണ്ട് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്ത രീതിയിൽ നന്ദി അറിയിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ചുരം കയറുന്ന ഓരോ വ്യക്തികളും ചിന്തിക്കേണ്ട കാര്യങ്ങൾ, വനത്തെയും വന്യമൃഗങ്ങളെയും സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. വെള്ള ബോട്ടിലുകളല്ലേ നമുക്ക് കുറച്ച് നേരം കയ്യിൽ വെച്ചാൽ ഡസ്റ്റ്ബിനുകളിൽ എത്തുന്ന സ്ഥലത്തെത്തുമ്പോൾ നമുക്ക് അവിടെ നിക്ഷേപിക്കാം. അല്ലാതെ വനത്തിൽ വലിച്ചെറിഞ്ഞ് വന്യമൃഗങ്ങൾക്കും വനത്തിനും നാശനഷ്ടം ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്നൊന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു.